നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. തൊഴിൽ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകൾക്ക് വലിയ പ്രാധാന്യം. റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴി. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 8640 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 1080 രൂപയുടെ വർധനവ്. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി BN വാസവൻ. താൽപര്യപത്രം ക്ഷണിച്ചതായും മന്ത്രി നിയമസഭയിൽ. തുടർ നിർമ്മാണത്തിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചു. കടം വാങ്ങിയ പണത്തെ ചൊല്ലി തർക്കം. സിമന്റ് കട്ട കൊണ്ട് സമീപവാസിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കേസിൽ പ്രതി അറസ്റ്റിൽ. അഞ്ചാലുമൂട് കുണ്ടുമൺ സ്വദേശി നിസാമാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. തൊഴിൽ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴിക്കായി 10 കോടി രൂപ അനുവദിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3170 കോടിയും കേര വികസനത്തിന് 100 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസവും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. 1 കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും 5 ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടവും 1 കോടിയിലധികം പേർക്ക് സൗജന്യ ചികിത്സയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളും സർക്കാർ ആശുപത്രികളും മികച്ചതാക്കലുമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സർ. ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർ. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. വ്യവസായ, ഗതാഗത, ടൂറിസം, സ്ത്രീ സുരക്ഷ, വയോജനക്ഷേമ, വിദ്യാഭ്യാസ മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. എല്ലാ മേഖലകളിലും കേരളം മാതൃകയായി മാറുകയാണെന്ന് ബജറ്റ് അവതരണ പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തും. റോഡ് അപകടങ്ങൾക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്ത് VS-ന് സ്മാരകം നിർമ്മിക്കും. വയോജനങ്ങൾക്ക് റിട്ടയർമെന്റ് ഹോമുകൾക്കായി 30 കോടി രൂപ അനുവദിച്ചു. MC റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 5217 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തും. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും ഗിഗ് ഹബ്ബുകൾക്കായി 20 കോടി രൂപയും വകയിരുത്തി. പഴയ ഓട്ടോറിക്ഷകൾക്ക് പകരം ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ 40,000 രൂപ സബ്സിഡി നൽകും. ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ഹരിതകർമ്മ സേനയ്ക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് നൽകും. ലൈബ്രറിയന്മാരുടെ അലവൻസ് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തോപ്പിൽ ഫാസി, PG ആന്റണി, KT മുഹമ്മദ് എന്നിവർക്കായി സ്ഥിരം നാടക തിയേറ്ററുകൾ ആരംഭിക്കും. കായംകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നാടകഗൃഹങ്ങൾ ആരംഭിക്കുന്നത്. കലാകാരന്മാർക്കുള്ള ഉപജീവന റൂറൽ ആർട്ട് ഹബ്ബുകൾക്ക് 5 കോടി രൂപ അനുവദിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കും. സാംസ്കാരിക വിനിമയത്തിനായി പിണറായിയിൽ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തുടങ്ങും. പട്ടികജാതി ക്ഷേമ വികസനത്തിനായി 3507 കോടി രൂപ വകയിരുത്തി. ഭൂമി നൽകാനായി 177 കോടിയും നീക്കിവെച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ പഠന സ്കോളർഷിപ്പിന് 4 കോടി രൂപ വകയിരുത്തി. പട്ടികജാതി വിഭാഗങ്ങൾക്കായി പാർപ്പിട പദ്ധതിക്ക് 746 കോടി രൂപ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് സെന്റർ ആരംഭിക്കും. പട്ടികജാതി വിഭാഗത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് 70 കോടി രൂപ നൽകും. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ച് പ്രാബല്യത്തിൽ വരുത്തും. കേര വികസനത്തിന് 100 കോടിയും ജൈവകൃഷി പ്രോത്സാഹനത്തിനായി 5 കോടിയും നെൽകൃഷി വികസനത്തിനായി 150 കോടിയും ഹൈടെക് കൃഷിക്ക് 10 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഫെബ്രുവരി 1 മുതൽ മെഡിസെപ്പ് 2.0 ഏർപ്പെടുത്തും.
കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ക്യാൻസർ രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും എയ്ഡ്സ് ക്ഷയബാധിതർക്കുമായി പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ചു. റോഡ് അപകടങ്ങളിലെ ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി 57 കോടി രൂപ നീക്കിവെച്ചു. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ബജറ്റ് നിർദ്ദേശിക്കുന്നു. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി അക്കാദമിക് കൊളാബറേഷന് 2 കോടി രൂപ വകയിരുത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകും. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1128 കോടിയും സർവകലാശാലകൾക്ക് 250 കോടിയും നീക്കിവെച്ചു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ ഇനി ഉന്നത വിദ്യാഭ്യാസം മുടങ്ങില്ല. പൊതു ഹോസ്റ്റലുകൾ ഇതിനായി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പൊതു ഹോസ്റ്റലുകൾ ആരംഭിക്കുക. തൊഴിലുറപ്പ് പദ്ധതിക്കായി പുതുതായി 1000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. വർക്ക് നിയർ ഹോം പദ്ധതിക്കായി 200 കേന്ദ്രങ്ങളിലേക്ക് 150 കോടി നീക്കിവെച്ചു. കണക്ട് ടു വർക്ക് പദ്ധതിക്കായി 400 കോടി രൂപയാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. IT മേഖലയ്ക്കായി 548 കോടി രൂപ വകയിരുത്തി. പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിക്ക് 50 കോടിയും റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴിക്ക് 10 കോടി രൂപയും അനുവദിച്ചു. വ്യവസായ മേഖലയ്ക്ക് 1973 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള വിഹിതം 242.32 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. കൈത്തറി മേഖലയ്ക്കായി 59 കോടി രൂപ നീക്കിവെച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സമഗ്ര സാമ്പത്തിക പുനരൂപീകരണ പദ്ധതിക്കായി 294.60 കോടി രൂപ വകയിരുത്തി. അതിവേഗ റെയിൽപാത പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടിയും ഉൾനാടൻ ജലഗതാഗതത്തിനായുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി 138 കോടി രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്കായി 413 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തീർത്ഥാടന ടൂറിസത്തിൽ കോട്ടയം മരിയൻ പള്ളിയെ ഉൾപ്പെടുത്താനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3820 കോടി രൂപയും ഷീ വർക്ക് സ്പേസിനായി 20 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വയോജനങ്ങൾക്ക് റിട്ടയർമെന്റ് ഹോമുകൾക്കായി 30 കോടി രൂപയും അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ചവരെ ആദരിച്ചു. നീണ്ടകര ഫിഷിംഗ് ഹാർബർ വർക്കേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ചവറ മണ്ഡലത്തിലെ പ്രതിനിധികൾക്കാണ് ആദരവ് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ചവറ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളെയാണ് ആദരിച്ചത്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ വർക്കേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു, ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ വേറെ കാര്യം, ഞങ്ങൾ ആണ് എന്നൊരു തോന്നൽ വെറുതെ ഉള്ള തോന്നലാണ്. പാർട്ടിയാണ് ഫസ്റ്റ്. നിങ്ങളെ നിങ്ങളാക്കിയ പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കാം. സമയച്ചെടുക്കം കൊണ്ട് മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല. ഞാൻ ദീർഘകാലത്തെ പരിചയമുള്ള ഒരു ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മുടെ ചില പാർട്ടി പരിപാടികൾക്ക് ആളിനെ വിളിക്കുമ്പോൾ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞാൻ കമ്മിറ്റി വെച്ചു പോയി എന്ന് കമ്മിറ്റിയാണ് ഞങ്ങളുടെ. അപ്പൊ ഞാൻ അവരോട് പറയും, ആ കമ്മിറ്റി ക്യാൻസൽ ചെയ്ത് ആ കമ്മിറ്റി മാറ്റിവെക്ക്. പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനുള്ള അധികാരമുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇരിക്കൊണ്ട് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. സന്തോഷിനൊക്കെ അറിയാം, സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഒരു കമ്മിറ്റി നോട്ടീസ് നടത്തി. പക്ഷെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി വന്നാൽ ആ നോട്ടീസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം, ഇറ്റ് ഈസ് യുവർ പ്രിവിലേജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. സെക്രട്ടറിയോട് പറയുമ്പോൾ പറയും, അയ്യോ സാറെ മാറ്റിവെക്കാൻ പറ്റില്ല. അയാളാണോ തീരുമാനിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശത്തെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം. സെക്രട്ടറി എല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ്. INTUC ദേശീയ സെക്രട്ടറി K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി P. ജെർമിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. G. സേതുനാഥപിള്ള, G. ലീലാകൃഷ്ണൻ, R. അരുൺരാജ്, കോലത്ത് വേണുഗോപാൽ, സന്തോഷ് തുപ്പാശ്ശേരി, ജെയിൻ ആൻസിൽ, ഗിരീഷ് മേച്ചേജത്ത, ജയകുമാർ, പുഷ്പരാജൻ, PR ജയപ്രകാശ്, കിഷോർ അമ്പിലാക്കര, നിഷ സുനീഷ്, അൻവർ കാട്ടിൽ, കോണിൽ രാജേഷ്, ശിവപ്രസാദ്, അനിൽകുമാർ, സന്തോഷ് കടങ്ങിൽ, സച്ചു യേശുദാസ്, SF യേശുദാസൻ, ചവറ ഹരീഷ് കുമാർ, ബാബുജി പട്ടത്താനം, E. യോഹന്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. RSP നേതാവായിരുന്ന ബേബി ജോൺ അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി. നീണ്ടകരയിലെ ബേബി ജോൺ സ്മൃതി മണ്ഡപത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. RSP നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മുൻ മന്ത്രിയും RSP ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ബേബി ജോണിന്റെ ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പുഷ്പാർച്ചന നടത്തിയത്. നീണ്ടകരയിലെ ബേബി ജോൺ സ്മൃതി കുടീരത്തിലായിരുന്നു പുഷ്പാർച്ചന. രാവിലെ 8 മണിയോടെ പുഷ്പാർച്ചനയ്ക്കായി പ്രവർത്തകരും നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തിയിരുന്നു. RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസ്,
RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, ചവറ മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM സാലി തുടങ്ങിയവരുൾപ്പെടെ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. സഖാവ് ബേബി ജോൺ ഒരു ഇതിഹാസ പുരുഷനായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം കിസിഞ്ചർ എന്ന പേരിലാണ് അവസാനം അറിയപ്പെട്ടിരുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഘടകകക്ഷികളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരെയെല്ലാം സമവായത്തോടുകൂടി ഭരണം നയിച്ച, ഭരണത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു ബേബി ജോൺ. ചവറ എന്ന ഈ പ്രദേശത്തെ യഥാർത്ഥത്തിൽ ചവറയാക്കി ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും ഇവിടെ ചവറയിൽ സ്ഥാപിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ KMMലും IREയും തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പടുത്തുയർത്തിയത് ബേബി സാറിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. ചവറയിലെ വിവിധ പ്രദേശങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 8,640 രൂപ വർദ്ധിച്ച് 1,31,160 രൂപയായി. ഗ്രാമിന് 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ കുതിപ്പ്. പവന് 8,640 രൂപ വർദ്ധിച്ച് 1,31,160 രൂപയായി. ഗ്രാമിന്റെ വില 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയുമായി. ആഗോള ആഭ്യന്തര വിപണികളിലും വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ കമ്മ്യൂണിറ്റി വിപണിയായ MCX-ൽ 9,954 രൂപയാണ് കൂടിയത്. ഇതോടെ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 1,75,869 രൂപയായി. ആഗോള വിപണിയിൽ സ്പോർട്സ് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $5,591 ചെയ്തു. ഈ ആഴ്ച മാത്രം 10% വർധനമാണ് രേഖപ്പെടുത്തിയത്. സമാനമായ വർധന വെള്ളിയുടെ വിലയിലുമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി വെള്ളിയുടെ വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപയുടെ അടുത്തെത്തി. ന്യൂസ് ഡെസ്ക്. KIP പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനായി കൈവശക്കാരിൽ നിന്ന് ലഭിച്ചത് 426 അപേക്ഷകൾ. ഇടമൺ വില്ലേജിൽ നിന്നാണ് 426 അപേക്ഷകൾ ലഭിച്ചത്. കനാൽ പുറമ്പോക്ക് പട്ടയത്തിനായി താലൂക്കിൽ ഇതുവരെ 629 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഇടമൺ വില്ലേജിൽ കനാൽ പുറമ്പോക്കിലെ താമസക്കാർ കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ പുറമ്പോക്കിൽ വസിക്കുന്നവർക്ക് പട്ടയത്തിനായി കൈവശക്കാരിൽ നിന്ന് ലഭ്യമായത് 426 അപേക്ഷകൾ. KIP ആസ്ഥാനമായ തെന്മല ഡാം ജംഗ്ഷനിൽ പദ്ധതിയുടെ ഭൂമിയിൽ താമസിക്കുന്ന തെന്മല കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന 203 കുടുംബങ്ങളും പട്ടയത്തിന് അർഹരായുണ്ട്. പുന്നൂർ താലൂക്കിൽ മാത്രമാണ് ഇത്രയും അപേക്ഷകൾ. കനാൽ കടന്നുപോകുന്ന പത്രാപുരം ഉൾപ്പെടെ മറ്റു താലൂക്കുകളിലും സമാനമായ നടപടി പുരോഗമിക്കുകയാണ്. പുനലൂരിൽ ലഭ്യമായ അപേക്ഷ KIP റവന്യൂ സംഘം പരിശോധിച്ച ശേഷം സ്ഥലം സന്ദർശിച്ച പ്ലാനും ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി റവന്യൂ കല്ലട ജലസേചന പദ്ധതി അധികൃതർ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. കനാൽ ഭൂമി കയ്യേറി സ്വന്തമാക്കിയവർക്ക് പതിച്ചു കൊടുക്കുന്നതിനോട് ജലസേചന പദ്ധതി അധികൃതർക്ക് യോജിപ്പില്ലെന്നാണ് അറിയുന്നത്. ജലസേചന വകുപ്പിന്റെ എതിർപ്പുണ്ടായാലും മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പട്ടയം കൊടുക്കാനുള്ള മറ്റ് നടപടികളെന്നാണ് സൂചന. താലൂക്കിലെ ഇടമൺ വില്ലേജിൽ 236, തെന്മലയിൽ 153, കരവാളൂരിൽ 27, അഞ്ചലിൽ 5, ആയിരനെല്ലൂരിൽ 5 എന്നിങ്ങനെയാണ് കൈവശക്കാരിൽ നിന്നും അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. അർഹരായവരുടെ അപേക്ഷ സ്വീകരിക്കാനായി രണ്ടാം ശനിയും ഞായറാഴ്ച ദിവസങ്ങളിലും വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. പദ്ധതിയുടെ വലത് ഇടതുകര കനാലുകളുടെ പുറമ്പോക്കിൽ ഏറെക്കാലമായി വസിക്കുന്ന കുടുംബങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗവും. കൈവശം എത്ര കൂടുതൽ ഭൂമിയുണ്ടായാലും ഇതിൽ വീടുള്ള 15 സെന്റ് വരെയാണ് പട്ടയം ലഭിക്കുക. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഭൂമി അരനൂറ്റാണ്ട് മുമ്പ് ജനങ്ങളിൽ നിന്നും സർക്കാർ പൊന്നുവിലയ്ക്ക് എടുത്തതാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളാണ് പദ്ധതി പ്രദേശം. കനാലുകളും അനുബന്ധ റോഡുകളും മറ്റും സ്ഥാപിച്ചതിനു ശേഷം സംരക്ഷണമില്ലാതെയുള്ള ബാക്കി ഭൂമി ആളുകൾ കയ്യേറി താമസവും കൃഷിയും തുടങ്ങി. ഇവർക്ക് പട്ടയം ലഭ്യമാക്കുക എന്ന ഏറെക്കാലമായുള്ള ആവശ്യം പരിഗണിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പട്ടയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നോടിയായി ബന്ധപ്പെട്ട മന്ത്രിമാരും PS സുബാൽ MLAയും വകുപ്പുതല ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് കനാൽ പുറമ്പോക്കുകാർക്കും പട്ടയം നൽകാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും അതിനായി താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ നിയമസഭയിൽ അറിയിച്ചു. തുടർ നിർമ്മാണത്തിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്
ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ അറിയിച്ചു. ഇതിനായി താൽപര്യപത്രം ക്ഷണിച്ചിട്ടുള്ളതായും മന്ത്രി വ്യക്തമാക്കി. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 10 വർഷമായി ഹൈക്കോടതി വ്യവഹാരത്തിലായിരുന്നതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. കേസുകൾ അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നിർമ്മാണങ്ങൾക്കായി ആഗോള ടെൻഡർ ക്ഷണിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഹൈക്കോടതിയുമായിട്ടുള്ള വ്യവഹാരത്തിൽ അതിൻ്റെ പണി മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധിയെല്ലാം വന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. നമ്മളൊരു ഗ്ലോബൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടികൾക്കായിട്ടും പണി പൂർത്തീകരിക്കുന്നതായിട്ട് അത് വേഗത്തിലാക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? നീണ്ടകരയിലെ എത്രയും വേഗം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, ചവറ. വേനൽ ചൂട് ശക്തമായതോടെ കർഷകരും ദുരിതത്തിലാകുന്നു. പെരുന്നാട് സ്വദേശി സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ 400 മൂട് വാഴ ഒടിഞ്ഞു വീണു. വിളവെടുക്കാൻ പാകമാകുന്നതിന് മുൻപാണ് 400 ഏത്തവാഴകൾ ഒടിഞ്ഞു വീണത്. കൊല്ലം പെരിനാട് നാരായണീയത്തിൽ സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ 400 മൂട് ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണത്. കടുത്ത വേനൽ ചൂടിനെ തുടർന്നാണ് വാഴകൾ ഒടിഞ്ഞത്. വിളവെടുക്കാൻ പാകമാകുന്നതിന് മുൻപായിരുന്നു വാഴകൾ ഒടിഞ്ഞു വീണത്. പ്രവാസിയായിരുന്ന സത്യപ്രസാദ് കലാകാരൻ കൂടിയായിരുന്നു. കോവിഡ് വന്നതോടെ കലാപരിപാടികൾ ഇല്ലാതായതോടെ കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. വീടിന് സമീപത്തെ NSS കരയോഗം വക 1 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് വാഴകൃഷിയും മറ്റ് പച്ചക്കറികളും ചെണ്ടുമല്ലിയും ഉൾപ്പെടെ കൃഷി ചെയ്തത്. വേനൽ ചൂട് കനത്തതാണ് ഇപ്പോൾ വാഴകൾ ഒടിഞ്ഞു വീഴാൻ കാരണമായതെന്ന് സത്യപ്രസാദ് പറയുന്നു. ഇപ്പം ഞാൻ 10 വർഷമായിട്ട് ഈ പുരയിടത്തിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ കഴിഞ്ഞ അവാർഡിന് വേണ്ടിയിട്ട് വാഴകൃഷി കൂടുതൽ ചെയ്തിരുന്നു. ഒരു 400-ൽ പരം ഏത്തവാഴ കൃഷി ചെയ്ത് അത് ഒരു ഡിസംബർ 15 തൊട്ടാണ് ഇത് ഇങ്ങനെ ഈ വരൾച്ച അനുഭവപ്പെട്ടത്. അപ്പം നല്ലതുപോലെ കൊലച്ച് വന്ന് കൊലച്ച് 2 മാസം ആവാറാവുന്നതിന് മുമ്പ് ഇത് ഓരോന്നോരോന്നോരോന്ന് ഒടിച്ച് വീഴാൻ തുടങ്ങി. ചൂടിന് വെള്ളം ഒഴിച്ചിട്ടും നിൽക്കാത്തൊരവസ്ഥയായിപ്പോയി. അത് ഞാൻ ചെന്ന് കൃഷി 400 വാഴയോളം ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. വെക്കുന്നതിന് 2 മാസം കഴിഞ്ഞ് ഇൻഷുറൻസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള രീതിയിൽ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു. കൃഷിഭവനിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫുകളില്ല. അപ്പോൾ അവിടെ ആകെപ്പാടെ 6-7 പേര് ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോൾ 2-3 പേരുണ്ട്. ബാക്കി എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിക്കും മറ്റ് ലോങ് ലീവും ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുക. അപ്പോൾ ഇരിക്കുന്ന കൃഷി ഓഫീസറുടെ അടുത്ത് പറയുമ്പോൾ അവർ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. കൃഷിഭവനിൽ നിന്നോ കൃഷിവകുപ്പിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും ലഭിച്ചില്ലെന്നും ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിത് ബ്ലോക്കിൽ പ്രസിഡന്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് AD എടുത്ത് റിപ്പോർട്ട് ചെയ്ത് അക്ഷയ കൊണ്ടുവന്ന് ഇൻഷുറൻസ് ചെയ്തതിൻ്റെ അവിടെ റിപ്പോർട്ട് ചെയ്ത് ആ പേപ്പർ കൊണ്ടുവന്ന് കൃഷി ഓഫീസർ കൊടുത്തു. പക്ഷേ അത് കൃഷിഭവനിൽ നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരിത് രജിസ്റ്റർ ചെയ്യുകയോ ഇത് FIR ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2 വർഷം മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് മേടിച്ചതാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കൃഷിയാണ് ഏറ്റവും മെയിനായിട്ട് എടുത്ത് ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നെൽകൃഷി ചെയ്ത് മുന്നേ കയറി മൊത്തം നെല്ലും പോയി. ഒരു 2 കണ്ടത്തിൽ മാത്രം ഒരു 10-20 സെൻറ്റിനകത്ത് മാത്രം കുറച്ച് നെല്ല് കിട്ടി. അതും ഒരു വൻ നഷ്ടമായിപ്പോയി. കൃഷിയുടെ തുടക്കത്തിൽ ഏത്തവാഴകൾ ഇൻഷുർ ചെയ്തിരുന്നതാണ്. ചുറ്റുമല ബ്ലോക്കിൽ നിന്ന് വാഴക്കുലയ്ക്ക് കവറിടുന്നതിനും വളത്തിനുമായി 4000 രൂപ ലഭിച്ചിരുന്നു. വാഴയ്ക്ക് ആവശ്യത്തിന് വെള്ളം നനച്ചിരുന്നെങ്കിലും ഒടിഞ്ഞു വീഴുകയായിരുന്നു. നിലവിൽ കൃഷിയിൽ നിന്നും പിന്തിരിയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ എല്ലാത്തിനും ഇപ്പം വേറെ പെരുന്നാട് സഹകരണ സംഘത്തിൻ്റെ പുരയിടം പാട്ടത്തിനെടുത്ത് അത് ഇപ്പം 100-200 വാഴ കൊണ്ടുവച്ച് അത് വെള്ളമൊഴിച്ച് കിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം നഷ്ടമാവും. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്നും കാശ് ഒരുപാട് ഇറങ്ങുന്ന അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ പെരുന്നാട് കൃഷിഭവനെക്കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു കൃഷിഭവനാണ്. അവിടെ ഇങ്ങനെ ഒരു സ്റ്റാഫുകളില്ലാതെ ഇങ്ങനെ 2-3 പേരെ കൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സിമന്റ് കട്ട കൊണ്ട് സമീപവാസിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. കുണ്ടുമൺ കണിയാമ്പറമ്പിൽ സ്വദേശി നിസാമാണ് പിടിയിലായത്. കടം വാങ്ങിയ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത്. കഴിഞ്ഞ 16-ന് കുണ്ടുമൺ കവലയിൽ വെച്ച് കടം വാങ്ങിയ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് കുമ്മല്ലൂർ TB ജംഗ്ഷനിൽ ഷാനവാസ് മൻസിലിൽ ഷമീർ ഹുസൈനെ കുണ്ടുമൺ കണിയാമ്പറമ്പിൽ പുത്തൻ വീട്ടിൽ നിസാം സിമന്റ് കട്ട ഉപയോഗിച്ച് ആക്രമിച്ചത്. അക്രമത്തിൽ ഷമീറിന്റെ മൂക്കിന്റെ പാലം തകരുകയും ഒരു പല്ല് നഷ്ടമാവുകയും ചെയ്തു. ഷമീർ ഹുസൈൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്.
SHO ഗംഗപ്രസാദിന്റെ നിർദ്ദേശപ്രകാരം SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിസാമിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ VOUP സ്കൂളിൽ സ്നേഹം പദ്ധതിക്ക് തുടക്കമായി. ജെൻ ആൽഫ കാലഘട്ടത്തിലെ കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്ന ശൈലിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം. പുനലൂർ VOUP സ്കൂളിലാണ് സ്നേഹം പദ്ധതിക്ക് തുടക്കമായത്. ജെൻ ആൽഫ കാലഘട്ടത്തിലെ കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്ന ശൈലീപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം. 6 ആഴ്ചകളിൽ 6 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്നാം ഘട്ടം പദ്ധതി നടപ്പാക്കുന്നത്. 6 ആഴ്ചകൾ കൊണ്ട് സ്കൂളിൽ പുതിയ അക്കാദമിക അന്തരീക്ഷവും രക്ഷിതാക്കളിലൂടെ പുതിയ ഭവനാന്തരീക്ഷവും സൃഷ്ടിച്ച രണ്ടാം ഘട്ടത്തിലേക്ക് മാർച്ച് 2-ാം വാരം കടക്കും. ആദ്യ ആഴ്ച ശാസ്ത്രയില്ലാ വാരം, 2-ാം ആഴ്ച പ്രശംസാവാരം, 3-ാം ആഴ്ചയിൽ ഡിജിറ്റൽ ഉപവാസവാരം, 4-ാം ആഴ്ചയിൽ കൃതജ്ഞതാവാരം, 5-ാം ആഴ്ചയിൽ ക്ഷമാപണവാരം എന്നിവ ക്രമീകരിച്ച് 6-ാം ആഴ്ചയിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് ഒന്നാം ഘട്ടത്തിലെ ഉയർന്ന തലമായ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, സാധൂകരിക്കുക എന്ന തലത്തിലേക്ക് പ്രവേശിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. എന്തായാലും നിങ്ങളെല്ലാം കോളടിച്ചിരിക്കുക. പറഞ്ഞതനുസരിച്ച് 6 ആഴ്ചത്തേന് ഇനി അടി ശാസന ഇല്ലെന്നാ പറഞ്ഞത്. അല്ല സാറേ? അപ്പൊ നിങ്ങള് ഇപ്പൊ നമ്മുടെ സർക്കാർ വളരെ കർശനമായിട്ട് ഇപ്പൊ പറയുകയാണ്, 6 ആഴ്ചക്കാലം നിങ്ങളെ അടിക്കാനോ വഴക്ക് പറയാനോ പാടില്ല. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായമാണ്. അപ്പൊ സർക്കാർ ഉത്തരവ് പേടിച്ചവർ 6 ആഴ്ചക്കാലം അടിക്കാതൊക്കെ ഇരുന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ എന്താ പറ്റും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 6 ആഴ്ചക്കാലം കൊണ്ട് അടിയും വഴക്കും കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതിന് തയ്യാറാണ്? അത് റെഡിയാണോ? അത് റെഡിയാണ്. അപ്പോ വളരെ ഭാവനാപൂർണമായ ഒരു പരിപാടിയാണ് സ്നേഹം എന്ന ഒരു പദ്ധതിയിലൂടെ സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ കാര്യം ബിജു സാർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇനി അടിയും വഴക്ക് കിട്ടുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. റെഡിയാണോ? അപ്പോ നിങ്ങളെ അധ്യാപകര് അടിക്കാൻ പാടില്ല, രക്ഷകർത്താക്കളും അടിക്കാൻ പാടില്ല, ശാസിക്കാനും പാടില്ല തൽക്കാലം. അപ്പൊ അത് തുടർന്ന് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിയും വഴക്കൊന്നും കിട്ടാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം. സ്കൂൾ വൈസ് പ്രസിഡന്റ് ലിത ഷിബു അധ്യക്ഷത വഹിച്ചു. LIC പ്രസിഡന്റ് റവറന്റ് ഐസക് മാത്യു, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭാഷ് ജി നാഥ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത T, കൗൺസിലർമാരായ റാണി ജേക്കബ്, ഷെമി S അസീസ്, സുനിൽ തോമസ്, സുധർമ്മ T, ഷേർലി പ്രദീപ് ലാൽ, മുൻ കൗൺസിലർ N സുന്ദരേശൻ, PTA പ്രസിഡന്റ് നിസാമുദ്ദീൻ L, മാതൃസമിതി പ്രസിഡന്റ് സിബി ബിജു, ജനറൽ കൺവീനർമാരായ ക്രിസ്റ്റീന വി ബെന്നി, ആനി തോമസ് എന്നിവർ പങ്കെടുത്തു. എന്റെ മകനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിൽ വരുന്ന ഒരവസരത്തിൽ 13 കുട്ടികളുമായിട്ടാണ് സാർ ഇവിടെ ചാർജ് എടുത്തത്. ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് സാർ ആദ്യമേ സമീപിച്ചത് കുടുംബശ്രീ പ്രവർത്തകരായ ഞങ്ങളെയാണ്. അതായത് ഈ സ്കൂളിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് 7 വാർഡുകൾ, ഈ 7 വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഒന്ന് സംയോജിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ബിജു സാർ ആദ്യമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്രകാരം ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാം കൂടി സംഘടിച്ച് ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികളെയെല്ലാം, ഇവിടെ നേരത്തെ സുന്ദരേണ്ണം പറഞ്ഞായിരുന്നു, ഞങ്ങൾ അവിടെ ഇന്നപ്പോൾ സുന്ദരേണ്ണം പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും മുന്തിയ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞു. ആ നിലയിൽ നിന്ന് ഈ സ്കൂള് ഇന്നിപ്പോൾ 120 കുട്ടികളായിട്ട് ഉയർച്ചയിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിലും ഈ സ്കൂളിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അഭിമാനമാണ് ഈ സ്കൂൾ. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിനും ഈ സ്കൂളിൻ്റെ ഒരു മുഖ്യധാര പ്രവർത്തനം നമ്മൾ മാതൃകയാക്കുന്നതാണ്. ഇവിടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും ക്രമീകരിച്ച് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ബിജു സാറിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഇവിടെ സ്നേഹം പദ്ധതി സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയായി പോകുമ്പോൾ നമുക്ക് സ്നേഹമുണ്ടോ? എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടോ? ഉണ്ട് അല്ലേ? അടി വേണോ? വേണ്ട. ടീച്ചർമാരിനെ അടിക്കാൻ വരുമോ? അടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബിജു സാർ നമ്മളടുത്ത് പറഞ്ഞില്ലേ, ഒരാഴ്ച നമ്മളെ അടിക്കാൻ പാടില്ല.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. തൊഴിൽ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകൾക്ക് വലിയ പ്രാധാന്യം. റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴി. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 8640 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 1080 രൂപയുടെ വർധനവ്. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി BN വാസവൻ. താൽപര്യപത്രം ക്ഷണിച്ചതായും മന്ത്രി നിയമസഭയിൽ. തുടർ നിർമ്മാണത്തിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചു. കടം വാങ്ങിയ പണത്തെ ചൊല്ലി തർക്കം. സിമന്റ് കട്ട കൊണ്ട് സമീപവാസിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കേസിൽ പ്രതി അറസ്റ്റിൽ. അഞ്ചാലുമൂട് കുണ്ടുമൺ സ്വദേശി നിസാമാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.